ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ ആടാം. അപ്പോൾ നമ്മുടെ +1 എന്തെല്ലാം പഠിക്കണം, +1 ഇംപ്രൂവ്മെന്റ് എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുപോലെ തന്നെ +1 ഈ വർഷം അല്ലെ +1 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ശ്രദ്ധ കാട്ടോ. 80 80 മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. വേറൊരു അപ്പീലില്ല, അതിന് വേറൊരു എക്സ്ക്യൂസ് ഇല്ല. 80 80 മാർക്ക് മേടിക്കല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സാർ എന്തെല്ലാം പഠിക്കണം, എങ്ങനെയെല്ലാം പഠിക്കണം എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാവും. സോ അതിനൊരു ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഉള്ളത്. കാണാം നിങ്ങൾക്ക്. നമുക്ക് ആകെ 6 യൂണിറ്റ് ആണുള്ളത്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ 6 യൂണിറ്റ് ആണ് +1 ഉള്ളത്. ഓരോന്നും പറയാട്ടോ. നമ്മളിങ്ങനെ യൂണിറ്റ് 1 ആണ് ഗ്ലിംപ്സസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇതിൽ നമ്മൾ എന്തിനും അല്ലേ ഇവിടെ നോക്കും, നമ്മുടെ കോൺഫിഡൻസ് നേടിയെടുക്കണം അല്ലെ. കോൺഫിഡൻസ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിറകുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ആരെ പോലെ നമ്മുടെ പിന്നെ ആരാടാ ഈ 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ, സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെ അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ആവണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കണ്ടീഷൻസ് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഈ ഒരു 1ാമത്തെ ഒരു യൂണിറ്റ് ഉണ്ട്. ഈ 1ാമത്തെ യൂണിറ്റ് ഒക്കെ നമ്മൾ +1 പക്കാ തൊറായിട്ട് പഠിച്ചിട്ടുണ്ടാകും. കാര്യം നമ്മൾ 10ാം ക്ലാസ് കയറി വന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് കേൾക്കുന്ന ഇംഗ്ലീഷിലെ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ ഈ ഏരിയ എല്ലാവർക്കും ഈസി ആയിരിക്കും. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അടിയിൽ നിന്ന് മേൾക്കാട്ടോ. ആദ്യം 6ാമത്തെ യൂണിറ്റ് അങ്ങനെ വരുന്നത് കേട്ടോ. ഏതായാലും എല്ലാ യൂണിറ്റും കണ്ടോളൂ. ഞാൻ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഓതേഴ്സിന്റെ പേര് ഞാൻ ചാപ്റ്ററിൽ പഠിപ്പിക്കില്ല, മക്കൾ ഇവിടെ പഠിച്ചു പോകണം കേട്ടോ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എഴുതിയ ലിയാമോ ഫ്ലഹർട്ടി ആണ്. കാര്യം ഇത് ബേസ് ചെയ്ത് +1 ഇന്നേ വരെ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോയിട്ടില്ല. ഞാനാ പറയുന്നത്. ഇഫ് എന്ന് പറയുന്ന പോയം ആര് എഴുതിയതാണെന്ന് പറയുന്ന ചോദ്യം ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഓതേഴ്സിന്റെ ഒക്കെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പല തവണ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റുള്ള ഓതേഴ്സിന്റെ പേര് ചോദിക്കൽ 100% ഗ്യാരണ്ടി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളൂ. അപ്പൊ ഒന്ന് ലിയാമോ ഫ്ലഹർട്ടി ആണ് ഏത് എഴുതിയത്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. പിന്നെ ഐ വിൽ ഫ്ലൈ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്പീച്ചിന്റെ പോർഷൻ ആണ്. പിന്നെ ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ് കിറ്റി ഗേൽ ഫെർഗൂസൺ ആണ്. പിന്നെ ഇഫ് എന്ന് പറയുന്ന പോയം റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കിക്കോളൂ. യൂണിറ്റ് 2 വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കും പ്രവൃത്തി നന്നാവണം കേട്ടോ. ആന്റൺ ഗാന്ധി കെയിം എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് അല്ലേ. നോക്കൂ നിങ്ങൾ, ആരുതാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ അല്ലെ, ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഏതാണ്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി ആണ്. എഴുതിയ ആളുടെ പേര് PK മുഖോപാധ്യായ എന്ന് പറയുന്നതാണ്. നോക്കൂ നിങ്ങളുടെ, അതിൽ മാഗി എന്ന് പറയുന്ന പെൺകുട്ടിനോട് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്. സോറി, പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രവൃത്തി എന്താണ്, ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അല്ലെ അമ്മനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് കേട്ട സമയത്ത് അമ്മ എന്ത് ചെയ്യാണ്, ഇൽനെസ്സിൽ നിന്ന് റിക്കവർ ആകുന്ന അല്ലെ അദ്ദേഹത്തിന്റെ ഗുപ്തയുടെ വാക്ക് കാരണം അമ്മയുടെ അസുഖം പോലും മാറുന്നുണ്ട്. ദെൻ മാഗി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തന്റെ ബ്രദറിന്റെ ഗ്രേവിൽ എന്ത് ചെയ്യണം, ഒരു ഫ്ലവർ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പൈസ $1 ഷില്ലിംഗ് $1 ഷില്ലിംഗ് മേടിച്ച കാരണത്താൽ എന്ത് ചെയ്തു, അവൾ ഹാപ്പി. അദ്ദേഹത്തിന്റെ വാക്ക് അമ്മനെ ഹാപ്പി ആക്കി, അദ്ദേഹത്തിന്റെ പ്രവൃത്തി മാഗിനെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. അതാണ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ദെൻ ഡെത്ത് ദ ലെവലർ. ഇതുപോലെ നല്ല നല്ല പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്യൂ അല്ലെ, നല്ല വാക്ക് നിങ്ങൾ പറയൂ, നിങ്ങൾ നല്ല പ്രവൃത്തി പിന്നെ ചെയ്യൂ. അങ്ങനെയാണ് സമയം നിങ്ങൾ മനസ്സിലാക്കണേ. അത് മാത്രമേ അവശേഷിക്കുള്ളൂ. മരണത്തിന് മുന്നിൽ എല്ലാം സമാണ് എന്ന് നോക്കൂ നിങ്ങൾ. ഇതാരെഴുതിയതാണ്, ജെയിംസ് ഷേർലി എഴുതിയാട്ടോ. ഏത് ഡെത്ത് ദ ലെവലർ ആരെഴുതിയതാണ്, ജെയിംസ് ഷേർലി. നെക്സ്റ്റ് നോക്കൂ, 3rd യൂണിറ്റ് എന്ന് പറയുന്നത് ബിയോണ്ട് ഹൊറൈസൺ. നമ്മൾ ഒരു പൊട്ടക്കിണറ്റിലെ തവളകളാവരുത്, നമ്മൾ ലോകം കറങ്ങണം. അറബിയിലൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, സീ റൂഫിൽ അറവ്. നിങ്ങൾ എന്ത് ചെയ്യണം, ലോകം മുഴുവൻ ചുറ്റി കറങ്ങണം കേട്ടോ. എന്ന് നോക്കൂ, നിങ്ങൾ ഒരു കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ കുന്നിന്റെ മുകളിലൊക്കെ പോയി നോക്കൂ. ആ സമയത്താണ് സൂര്യൻ ഉദിക്കുന്നതും സൺറൈസ് ഒക്കെ കാണാൻ പറ്റും. ഒരു ഉയർച്ചയിലാണ് അല്ലെ, കുറച്ച് കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ മുകളിൽ നിന്ന് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് കഷ്ടപ്പാടുണ്ടാവും കേട്ടോ. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടി ഒരു കുന്നിന്റെ മുകളിൽ എത്തി കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. നോക്കൂ, ട്രിപ്പ് ഓഫ് ലഹോല എന്ന് പറയുന്നതും അതുപോലെ എന്താണ്, ഒരു യാത്രയാണ്, ഉയരങ്ങളിൽ നിന്നുള്ള ഒരു യാത്രയാണ്. അപ്പൊ അടിയിലുള്ള ഒരുപാട് കാഴ്ചകൾ, സ്മെല്ല് അല്ലെ, നമുക്ക് സ്മെല്ല് അറിയാൻ പറ്റും. അതുപോലെ ആളുകളുടെ പിന്നെ ഒരുപാട് ശബ്ദങ്ങൾ അറിയാൻ പറ്റും അല്ലെ. അങ്ങനെ ട്രിപ്പ് ഓഫ് ലഹോല ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ചകളെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല ഗ്രൗണ്ട് ലെവലിൽ ഒരു യാത്രയെ കുറിച്ച് പറയുന്നതാണ് ഇത്, ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്നത്. അതൊരു ഫിജിയൻ ഐലൻഡ് ആണ്. ട്രിപ്പ് ഓഫ് ലഹോല ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. എഴുതിയ ആളുടെ പേര് ഗൈഡെ മോപ്പസന്റ് ആണ്. സൺറൈസ് ഓൺ ദ ഹിൽസ് എഴുതിയ ആരാണ്, പറ, HW ലോങ്ഫെല്ലോ ആണ്. ദെൻ ദ സാക്രഡ് ടൈറ്റിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്നത് നമ്മൾ ഫിജി എന്ന് പറയുന്ന ഐലൻഡിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെ, അവിടെ ഉള്ള ഒരു കസ്റ്റം, അവിടെ ഉള്ള കൾച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ, അവിടുത്തെ ഒരു പിന്നെ
ഒരു ബിലീഫ് അല്ലെ, അവരുടെ ഒരു വിശ്വാസം ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യണം. അങ്ങനെയാണ് മൂന്നാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തെ യൂണിറ്റ് എന്താ പറയുന്നത് പറ, നിങ്ങളുടെ ഗ്രേറ്റ് ആവണം, നിങ്ങൾ ഗ്രേറ്റ് ആവണം, നിങ്ങൾ പാറണം, ധൈര്യം കാണിക്കണം, നിങ്ങൾ പേടിച്ചിരിക്കരുത്, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നന്നാക്കണം. പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം പറ, നിങ്ങൾ യാത്ര ചെയ്യണം കേട്ടോ എന്ന്. നാലാമത്തെ യൂണിറ്റ് പറയട്ടാ, നമ്മുടെ മുന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും, ധൈര്യപൂർവ്വം അതിനെന്ത് ചെയ്യണം, നേരിടണം, പേടിച്ചിരിക്കണ്ട അല്ലേ. നിങ്ങളുടെ വാക്കും പ്രവൃത്തി നന്നാക്ക്, എന്നിട്ട് യാത്ര ചെയ്യ്. കഴിഞ്ഞിട്ടില്ല. നാലാമത്തെ യൂണിറ്റ് എന്താ പറയുന്നത് അറിയോ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയാ, മുന്നിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ലേ, അത് ധൈര്യപൂർവ്വം ഫേസ് ചെയ്യണം എന്ന്. നോക്കൂ നിങ്ങൾ, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ ഒരു എസ് ആണ്, അഞ്ജന മജ്വേന്ദർ എഴുതിയിട്ടുള്ള അല്ലെ ഒരു എസ് ആണ് ഇത് കേട്ടോ. യെസ്, മജുംദർ എന്നാണല്ലോ, അത് സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ, മജുംദർ ആണ്. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. പൊതുവേ 2 ടൈപ്പ് ഡിസാസ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്, മറ്റൊന്ന് ഏതാണ് പറ, നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട് അല്ലേ. യെസ് അങ്ങനെ പറയാൻ പറ്റും. അതായത് നാച്ചുറൽ കലാമിറ്റീസ് ഒരുപാട് സംഭവിക്കുന്നുണ്ട്, ഫ്ലഡ്, അതുപോലെ തന്നെ പിന്നെ സ്ട്രോം, അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാരുണ്ടാക്കുന്ന കുറെ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, വാർ അല്ലേ, ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുണ്ടാക്കുന്ന ആക്സിഡൻസ് ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്ന കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ പേടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ അതിന് റെമഡി ഉണ്ടാകണം അല്ലെ, ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം അതിനെ നേരിടണം എന്ന് പറയുന്നത്. അടുത്തതോ ദ സെറാങ് ഓഫ് റിണഗഞ്ചി. നോക്കൂ നിങ്ങൾ, ഒരു ഷിപ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മുടെ സെറാങ് ഹസൻ എന്ന് പറയുന്നത് എത്ര ധൈര്യപൂർവ്വമാണ് അതിനെ ഫേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണേ. ആരതാണ് ചാപ്റ്റർ ഏതാണ്? ഡോക്ടർ AJ ക്രോണിൻ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കപ്പലിൽ കയറിയിരുന്ന ആളാണ് ആര്? ഡോക്ടർ AJ ക്രോണിൻ, AJ ക്രോണിൻ കേട്ടോ. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, അപ്പോഴും കപ്പലിൽ തന്നെ ഉള്ളത്. നെക്സ്റ്റ് നോക്കുക, അടുത്തൊരു കപ്പലായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കപ്പലിന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യന്റെ തലയിലും വരുന്നൊരു പേരാണെന്ത്? ടൈറ്റാനിക് എന്ന് പറയുന്നത്. ദൈവത്തിനെ പോലും വെല്ലുവിളിച്ചു പോയതായിരുന്നു, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അതുപോലും തകർന്നു പോയി. എങ്കിലും അല്ലെ, അതിലുള്ള ആളുകൾ എന്ത് ചെയ്തില്ല, പേടിച്ചു നിന്നോ? ഇല്ല, മരണം ഫേസ് ചെയ്ത് എങ്ങനെയാണ്? ധൈര്യത്തോട് കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ പിന്നെ ധൈര്യം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ, അത് നമ്മുടെ ജീവിതത്തിൽ വേണം കേട്ടോ. ഒരു മനുഷ്യനെങ്ങനെ ഇതിന് അങ്ങേപ്പുറത്തേക്ക് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 4 യൂണിറ്റ് എത്തിയ സമയത്ത് തന്നെ നിങ്ങളെങ്ങനെ അല്ലെ, നിങ്ങൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ഓരോ കോറും വെച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു െങ്കിൽ നിങ്ങൾ ശരിക്കും ഇൻസ്പയർഡ് ആവുമായിരുന്നു. വേറൊരു മോട്ടിവേഷൻ ക്ലാസിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന്. നോക്കൂ, നിങ്ങൾ 5ാമത്തെ യൂണിറ്റിൽ ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അല്ലെ. ഗൂസ്ബെറീസ് എന്ന് പറയുന്ന അതിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇവാൻ ഇവാനിച്ച് ഉണ്ട്, നിക്കോളായ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന പലതരം ഹാപ്പിനെസ് ഉണ്ട് അല്ലേ. അവരുടെ ഓരോരുത്തർ അതേഴ്സ് ക്യാൻ ഓൺലി ട്രൈ ടു മേക്ക് അസ് ഹാപ്പി. മറ്റുള്ളവർക്ക് നമ്മൾ ഹാപ്പി ആക്കാൻ ശ്രമിക്കാനേ പറ്റുള്ളൂ. ഹാപ്പിനെസ് ഇസ് അവർ ചോയ്സ്. നമ്മൾ ഹാപ്പി ആവണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കേട്ടോ. മറ്റുള്ളവർക്ക് നമ്മൾ ഹാപ്പി ആക്കാൻ ശ്രമിക്കാനേ പറ്റൂ. ഹാപ്പി ആവണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണെന്ന്. രണ്ടാൾക്കും 2 സ്റ്റൈലിലാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ഒരാളുടെ ഇഷ്ടം അങ്ങനെയാണ്, വേറൊരാളുടെ ഇഷ്ടം ഗൂസ്ബെറീസ് ഒക്കെ നട്ട് അതിൽ നിന്ന് ഗൂസ്ബെറി എടുക്കുക, കഴിക്കുക, അതൊക്കെയാണ് അയാളുടെ ഇഷ്ടമുള്ളത്. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അയാളുടെ ഇഷ്ടമാണ്. പിന്നെ ചില ആളുകൾക്ക് ഹാപ്പിനെസ് കിട്ടില്ല എങ്ങനെയാണ്? കടന്നുറങ്ങിയാലാണ് അല്ലേ. ഉറങ്ങിയാലും ഹാപ്പിനെസ് കിട്ടും അല്ലേ, ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടല് കുറെ ഉറങ്ങിയാല്. അപ്പൊ ഇയാൾ പറയണ ഉറക്കം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഈ ഗൂസ്ബെറീസ് എഴുതിയ ആളെ പേരെന്താ? ആന്റൺ ചെക്കോ എന്ന് പറയുന്ന ആൾ എഴുതിയ കേട്ടോ. ടു സ്ലീപ്പ് എന്ന് പറയുന്ന പോയം ആര് എഴുതിയാണ് പറ? വില്യം വേർഡ്സ്വർത്ത് എഴുതിയാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്ക് പിറ്റത്തെ ദിവസം നമുക്കൊരു എനർജി കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ തലേന്ന് ഉറങ്ങിയാൽ മാത്രമേ പിറ്റത്തെ ദിവസം ശരിക്കും എനർജി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള അല്ലേ, അതും ജീവിതത്തിൽ ഒരു ഹാപ്പി തരുന്ന ഒരു കാര്യമാണ്. ഉറക്കുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സന്തോഷം ഉണ്ടാവുള്ളൂ. ഉറക്കില്ലെങ്കിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആര് സമർത്ഥിക്കുന്നത്? വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ചില ആളുകൾ എന്താണ് അറിയോ, ചുമ്മാ അങ്ങനെ നടക്കും ഇല്ലേ, അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇതില് പിന്നെ മാക്സ് ബിർബും എന്ന് പറയുന്ന ആള് പറയുന്നത് ഒരു കാരണവശാലും ചുമ്മാ നടക്കരുത്, അത് വേസ്റ്റ് ആണ്. നമ്മളെല്ലാവരും ഹാപ്പിനെസ് കണ്ടെത്തണം. എപ്പോഴും നമ്മൾ ഒരു കാരണവശാലും ഒരിടത്ത് നടന്നു പോയിട്ട് തിരിച്ചു വന്നിട്ട് അയ്യേ വേണ്ടില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവരുത്. അവിടെ ഹാപ്പി ആവൽ എപ്പോഴാണ്? നമ്മൾ ആ നടത്തം യൂസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റ് കഴിഞ്ഞാൽ അത് എഴുതിയ ആളുടെ പേര് നിങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ 6ാമത്തെ യൂണിറ്റ് ആണ് ലിറ്റ്സ് ആൻഡ് ബൗണ്ട്സ്.
അല്ലേ? ലീപ്സ് എടുത്ത് ചാട്ടം, ബൗൺസർ അർത്ഥം എന്താ പറ, ബൗണ്ടറി, അതിരുകൾ ഉണ്ടാവില്ലേ, അതിര് കവിഞ്ഞ് എടുത്ത് ചാടരുത് കേട്ടോ മക്കളെ. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള നിങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് ഉണ്ടാക്കിയ ആളുകളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ സമയത്ത്. എല്ലാ കാലഘട്ടത്തിനും പറ്റുന്ന ഒരു പുസ്തകമാണ് നിങ്ങളുടെ +1 പുസ്തകം എന്ന് പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കണേ. ഈ വീഡിയോ പോലും കംപ്ലീറ്റ് കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചത് ഇതായിരുന്നു എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കണേ, നിങ്ങൾ എടുത്ത് ചാടുന്ന മുമ്പ് ശ്രദ്ധിക്കണേ. സൈബർ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നെറ്റ്വർക്ക് ഉണ്ടാവില്ലേ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസ് ഉണ്ടാവില്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചില്ലറ കാര്യമൊന്നുമല്ല. അത് ഭയങ്കര ഒരു വേറൊരു മേഖലയാണത് അല്ലേ. ആ സൈബർ സ്പേസിനെ കുറിച്ച് ആര് പറയുന്നുണ്ട് അറിയോ? എസ്റ്റർ ഡൈസൺ എന്ന് പറയുന്ന ആൾ സൈബർ സ്പേസിനെ കുറിച്ച് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങൾ കംപ്ലീറ്റ് അവിടെ പറയുന്നുണ്ട്. അത് നോക്കൂ, സമൂഹം ചത്തോന്ന്, ഈ സൊസൈറ്റി ഡെഡ്, സമൂഹം ചത്തോ. എല്ലാവരും ഈ മൊബൈലിൽ ഇങ്ങനെ കുത്തി കളിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ മുഖത്ത് നോക്കാനുള്ള സമയം ഉണ്ടോ മനുഷ്യന്മാർക്ക്? ആളുകൾ ഫേസിലേക്ക് നോക്കണില്ല എന്ന്. സമൂഹം ചത്തു എന്ന് പറയുന്നതിന് ഇന്നത്തെ കാലത്ത് ശരിയാണ് എന്നല്ലേ? അല്ലേ, ഈ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഇത് മുന്നേ എത്രയോ വർഷം മുന്നുള്ള പുസ്തകങ്ങൾ മനസ്സിലാക്കണേ. അടുത്തത് കൺസെപ്ച്വൽ ഫ്രൂട്ട്. അന്ന് ഗ്രറ്റ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിന്റെ കഥ പറയുന്നത്. ഇത് ഈ സൊസൈറ്റിയുടെ എഴുതിയാരാണ് പറ, ആൻഡ്രൂ സുള്ളിവൻ ആട്ടോ. ദെൻ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് തൈസ ഫ്രാങ്ക് എഴുതിയാണ്. തൈസ ഫ്രാങ്ക്. അതിൽ ഗ്രറ്റ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ആ പെൺകുട്ടിക്ക് എന്താണ് പറ, ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആര്, ഈ ഗ്രറ്റ എന്ന് പറയുന്നത്. ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്, ഒരു ഇമാജിനറി ഒരു വീട് ഉണ്ടാക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു വീടൊക്കെ ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതും നമ്മുടെ പിന്നെ ലൈക്ക് ആ ഇൻസ്റ്റഗ്രാം അല്ലേ, അത് നമ്മുടെ മറ്റൊരു വേൾഡ് ആണ്. അവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ട്, അത് നമ്മുടെ വീട് അല്ലേ. അവിടെ നമ്മൾ അതിന് ഓരോരുത്തരും ഓരോ പേരെ കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ പേര് ഞാൻ ഷാഫി കൊളപ്പുറം എന്ന് കൊടുത്തുള്ളത്. വേറെ ആളുകൾ കൊടുക്കുന്ന പറഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ പേര്, ഗൂസ് ബംസ് എന്നോ അല്ലെങ്കിൽ ലൈക്ക് വാട്ട് എവർ അല്ലേ, എന്തൊക്കെയോ പേര്, ദ ആർമി, ദ മിലിറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ന പിന്നെ പേര്. ഈവൻ ഇന്നത്തെ കാലത്ത് ഒരുത്തനെ കൊല്ലാൻ വേണ്ടി പോലും ഒരു ഗ്രൂപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ മരണപ്പെട്ടു, നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന എന്റെ മുത്ത് അല്ലേ. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഇങ്ങനെ ഒരുപാട് അല്ലേ നമ്മുടെ സമൂഹം ചത്തു എന്ന് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പറയാൻ പറ്റും. ഈ ചാപ്റ്റേഴ്സിന്റെ ഓതേഴ്സിന്റെ പേരിന്റെ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. +2 വിദ്യാർത്ഥികളാണ്, ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും +1 വിദ്യാർത്ഥികളാണ്. അപ്പൊ സാർ എന്തിനത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞത്? അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ, ഒരു എക്സാമ്പിള് സൈബർ സ്പേസിനെ കുറിച്ച് പിന്നെ കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാനുണ്ടെങ്കിൽ ഈ 3 ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് മനസ്സിലായുണ്ടോ? നോക്കൂ, നിങ്ങൾ ഹാപ്പിനെസ്സിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാണെങ്കിൽ ഈ 3 ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അടുത്ത നോക്കൂ, നിങ്ങൾ ബ്രേവിംഗ് ദ ഹസാർഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് നിങ്ങൾക്ക് മുന്നിൽ ഒരു ലൈഫിൽ ഒരു വെല്ലുവിളി വന്നു, നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും? ഈ 3 ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും എന്ന് കണ്ടില്ലേ നിങ്ങൾ? ഹസന് എങ്ങനെയാണോ റണഗഞ്ചി എന്ന് പറയുന്ന ഷിപ്പിൽ ആ ഒരു പിന്നെ അവിടെ ഒരു അസുഖം ഉണ്ടായിരുന്നല്ലോ അല്ലെ, ലൈക്ക് എന്തായിരുന്നു അതിന്റെ അസുഖത്തിന്റെ പേരെന്തായിരുന്നു? ടാഡ്പോൾ എന്നോ, I don't remember, just comment below. വസൂരി എന്ന് പറയുന്നത് അതിന്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ, ഞാൻ ഓർക്കണില്ല അല്ലെ. പെട്ടെന്ന് ഇനി ഓർത്ത് വെറുതെ സമയം കളയണ്ടല്ലോ. എന്നാലും ഒരു കിട്ടാൻ ഒരു സങ്കടമാണല്ലോ. സാരല്ല, നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ആ അസുഖം ഉണ്ടായിരുന്നു, അതിനൊക്കെ എന്ത് ചെയ്തു പറ? ചിക്കൻ പോക്സ് അല്ലല്ലോ, എന്തോ പോക്സ് അല്ലായിരുന്നു, സ്മോൾ പോക്സ്. സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം അതുണ്ടായ സമയത്ത് വളരെ ബ്രേവ് ആയിട്ടാണ് ഇതിനെ ഫേസ് ചെയ്തതല്ലേ. അതുപോലെ തന്നെ ടൈറ്റാനിക് പിന്നെ സിങ്ക് ചെയ്ത സമയത്തും അതിലെ ക്രൂ മെമ്പേഴ്സ് എങ്ങനെയാണ്, ക്യാപ്റ്റൻ അടക്കി വളരെ ബ്രേവ് ആയിട്ടാണ്. അതുപോലെ ഞാനും ബ്രേവ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു സർക്കംസ്റ്റാൻസ് എന്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഫേസ് ചെയ്യും. നോക്കൂ, നിങ്ങൾ യാത്രയെ കുറിച്ച് ട്രാവൽ ഇൻഫോ ഒക്കെ എഴുതണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാണ്ടാവും, ചിലപ്പോൾ ട്രാവൽ ഇൻഫോ എഴുതാണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവലിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാണെങ്കിൽ ഇതൊക്കെ ട്രാവലിനെ കുറിച്ച് ഇതിനെ കുറിച്ച് എഴുതാൻ പറ്റും. നെക്സ്റ്റ് നോക്കൂ, നിങ്ങൾ 2ാമത്തെ യൂണിറ്റില് മനുഷ്യന്മാരുടെ വാക്കിനെയും പ്രവൃത്തിനെ കുറിച്ചൊക്കെ ഉണ്ടാവില്ലേ എഴുതാനുണ്ടെങ്കിൽ ഈ 3 ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. കണ്ടില്ലേ, ഗാന്ധിജി ജനങ്ങളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് വരുത്തി. അതുപോലെ തന്നെ ഈ ഗുപ്ത എന്ന് പറയുന്ന ആള് മാഗിന്റെ ഫാമിലിയിൽ ഒരു ഇൻഫ്ലുവൻസ് വരുത്തി അല്ലെ. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. കാര്യം മരണത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണെന്ന്. അടുത്ത് നോക്കൂ, നിങ്ങളുടെ സുഹൃത്ത് പേടിച്ചിരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യല്? നോക്കടാ, പേടിച്ചിരിക്കണ്ടടാ, അനക്ക് ചിറകുണ്ടടാ. ആര് പറഞ്ഞ പോലെ, APJ പറഞ്ഞ പോലെ ചിറകുണ്ടടാ. ഈ യുണീക്ക് ആവടാ. ആരെ പോലെ യുണീക്ക് ആവണം?
നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെ യൂണിക് ആവണം, ഞങ്ങൾക്ക് അങ്ങനെ ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇതുപോലെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ 4 യൂണിറ്റിനെ കണക്ട് ചെയ്താണ് ആൻസർ ചെയ്താണ്. മക്കളെ, ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച പോലെ അല്ല ഞാനിന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ വീഡിയോ കംപ്ലീറ്റ് കാണാത്ത ആളുകൾക്ക് നഷ്ടമായിരിക്കും, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്കോഴ്സ് ആട്ടോ മക്കളെ. ഫോർമൽ ലെറ്റർ ഉണ്ട്, ഇൻഫോർമൽ ലെറ്റർ ഉണ്ട്, ഫ്രണ്ട്ലി ലെറ്റർ, ഇമെയിൽ, സ്പീച്ച്, പ്രൊഫൈൽ, ഡിബേറ്റ്, ഇന്റർവ്യൂ, നോട്ടീസ് ഒക്കെ റയർ ക്വസ്റ്റ്യൻ ആട്ടോ. ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും ചോദിക്കലില്ല, +2 ഉള്ളതാണ്. പക്ഷെ നമ്മൾ +1 പഠിച്ചു വെക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. +2കാർ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും, +1 കുട്ടികൾ ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് ടെലിഫോണിക് കോൺവെർസേഷൻ +1 എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. ടെലിഫോണിക് കോൺവെർസേഷൻ, ലൈവ് TV റിപ്പോർട്ട് എപ്പോഴും ചോദിക്കലുണ്ട്. നരേഷന് ട്രാവലേഴ്സ് അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ് എന്ന് പറയുന്നത് ഈ വർഷം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മോഡൽ എക്സാമിന് കശ്മീർ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കശ്മീരിനെ കുറിച്ച് ഡീറ്റെയിൽ തന്നാലും എങ്ങനെ എഴുതണം എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറെ പോയിന്റ്സ് ഉണ്ട്, ഞാൻ പഠിപ്പിക്കാം കേട്ടോ. ഷോർട്ട് വീഡിയോസ് ആയിട്ടുണ്ടാവും. പിന്നെ ട്രാവൽ ഇൻഫോ, ബ്രോഷർ ഇൻഫോ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെ കേട്ടോ. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ, സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം റിപ്പോർട്ട് ഉണ്ടാവും. പ്രിസൈസ് റൈറ്റിംഗ്, ദാറ്റ് മീൻസ് ചെറുതാക്കി എഴുതുക എന്ന് പറയുന്നതാണ്. അപ്രീസിയേഷൻ ഉണ്ടാവും, നമ്മൾ കാണാത്തൊരു പോയിന്റിന് അപ്രീസിയേഷൻ എഴുതാനുണ്ടാവും. ക്യാരസ്കേഷൻ ഉണ്ടാവും, നോട്ട് മേക്കിംഗ് ഉണ്ടാവും, റൈറ്റപ്പ് ഉണ്ടാവും, പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ടാവും, ഷോർട്ട് എസ്സേ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ പഠിക്കാനുള്ളത്. അപ്പോൾ ഷാഫി സാറിന്റെ കൂടെ കൂടിക്കോ, ഞാൻ നിങ്ങൾക്ക് സെറ്റ് ആക്കി തന്നിരിക്കും, ഗ്യാരണ്ടി. അപ്പൊ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗെറ്റ് റെഡി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. എനർജി ലേശം കുറവുണ്ടാവും, ആസ് യു നോ, ബിക്കോസ് നോമ്പല്ലേ, നോമ്പാകുമ്പോൾ കുറച്ച് എനർജി ഒക്കെ കുറവുണ്ടാവും. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗെറ്റ് റെഡി. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യടാ. ഞാൻ നിങ്ങളെ കൂടെ കട്ടൊക്കെ ഉണ്ടാവുന്ന ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 5ാമത്തെ 6ാമത്തെ യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ്, 3ാമത്തെ യൂണിറ്റ്, 1ാമത്തെ യൂണിറ്റ്, അങ്ങനെ 6 യൂണിറ്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ? ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ഐ തിങ്ക് ഈ വീഡിയോ ഒന്ന് പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എവിടെ, ഞാൻ നോക്കിക്കാട്ടെ. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ആസ് യു നോ 23 ആണ്. അപ്പോൾ 24, 25, 26, 27, 28, 29 അങ്ങനെ 6 days ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു 2 യൂണിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 1 യൂണിറ്റ് വെച്ചിട്ട് പോയിട്ട് 6 ദിവസം ആകുമ്പോൾ നമുക്ക് കണക്ട് ആവില്ല. അപ്പോൾ 2 യൂണിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓരോ ദിവസത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു പോയാൽ 3 ദിവസം കൊണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ ബാക്കിയുള്ള ഒരു 2 ദിവസം നമുക്ക് ഗ്രാമറും ഡിസ്കോഴ്സും കൂടെ പഠിച്ചാൽ പിന്നെ 29ാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് പോയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഈസി ട്രാക്കാണ് എൻ്റെ കേട്ടോ. ആ ട്രാക്ക് ഞാൻ ഒന്നും കൂടെ പറയാണ്, ഓരോ ദിവസം 2 യൂണിറ്റ് വെച്ച് പഠിക്കുക. ദെൻ പിന്നെ എന്ത് ചെയ്യുക, അപ്പോൾ 3 ദിവസമാവും. ക്ലിയർ. പിന്നെ ഓരോ ദിവസം എന്ത് ചെയ്യുക, പിന്നെ 2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം ഗ്രാമർ കംപ്ലീറ്റ് പഠിക്കുക, ഒരു ദിവസം ഡിസ്കോഴ്സ് പഠിക്കുക. സംഗതി സെറ്റായി, ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യേണ്ട, സമയം ഇങ്ങനെ പോകണ്ടല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ക്ലോക്ക് അതിൻ്റെ പണിയെടുത്തോട്ടെ, നിങ്ങളെ പണിയെടുത്തോളൂ. താങ്ക് യു വെരി മച്ച്. See you there. Bye-bye. See you there.